നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെ പുറത്താക്കിയതായി കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നു. രക്ഷിതാക്കളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി. ബിജീഷ്, നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്, ഒപ്പം തന്നെ നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്, പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഡോക്ടർ റാമിനെ പുറത്താക്കണം എന്നുള്ളത് ഒരു പക്ഷേ വൈകിയെടുത്ത തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ പുറത്താക്കിയതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് മുന്നിൽ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്? ബിജീഷ്, ഇന്ന് രാവിലെ മുതൽ രക്ഷിതാക്കൾ ഈ കോളേജിൽ എത്തിയിരുന്നു. അവർ പ്രിൻസിപ്പലിനെ അടക്കം കണ്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നടപടി വേണം, ഡോക്ടർ റാമിന്റെ കീഴിൽ ഇനി കുട്ടികളെ ശിക്ഷണത്തിന് വിടാൻ അനുവദിക്കാനാകില്ല എന്നുള്ളത് രക്ഷിതാക്കൾ നിലപാടായി അറിയിക്കുകയും അത് കൃത്യമായി എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിളിച്ചു ചേർത്ത രക്ഷിതാക്കളുടെ യോഗത്തിനകത്ത് ഈ അധ്യാപകനെ, ഡോക്ടർ റാം എന്ന് പറയുന്ന അനാറ്റമി വിഭാഗം ഹെഡിനെ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതായി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെ നടപടികൾ എന്ന കാര്യത്തിനകത്ത് വ്യക്തമായിട്ട് കോളേജ് മാനേജ്മെന്റ് കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന നിതിന്റെ കുടുംബവും അതുപോലെ തന്നെ നിതിന്റെ സഹപാഠികളായ മറ്റു വിദ്യാർത്ഥികളും ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആക്ഷേപം ഡോക്ടർ റാമിനെ ഒരു അധ്യാപകനായി ഇനി കണക്കാക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം നിരന്തരം വിദ്യാർത്ഥികളെ പലതരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു ശൈലിയുണ്ട്. മാനസികമായും അതുപോലെ തന്നെ ജാതീയമായും അധിക്ഷേപിക്കുന്നു. അവരെ കൃത്യമായി അധ്യാപകരുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും മുന്നിലടക്കം നിർത്തിക്കൊണ്ട് തെറിവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു അധ്യാപകനുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും സാധ്യമല്ല എന്നുള്ള രക്ഷിതാക്കളുടെ കടുംപിടുത്തം. ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ഇതേ വിഷയത്തിൽ അധ്യാപകനെ ഇനി തുടർന്നും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. കൃത്യമായി അവർ ക്ലാസ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള കടുത്ത സമ്മർദ്ദത്തിന്റെ പുറത്തിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിനകത്തൊരു അധ്യാപകനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഒന്ന് കോളേജിന്റെ റെപ്യൂട്ടേഷനാണ്, മറ്റൊന്ന് ഇവിടെ അടുത്ത വർഷവും അധ്യയനം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അധ്യാപകനെ അതിന്റെ സ്ഥാപന മേധാവിയായി വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സ്ഥാപനത്തിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെ കൊണ്ടാകാം ഡോക്ടർ റാമിനെതിരെയുള്ള നടപടി കോളേജ് ഈ വൈകിയ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും അധ്യാപകനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തതായി ഇന്ന് രക്ഷിതാക്കളുടെ യോഗത്തിലാണ് മാനേജ്മെന്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഡോക്ടർ റാമിനെ കോളേജ് മാനേജ്മെന്റ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. അത് രക്ഷിതാക്കളുടെ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.